ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൈരളി ഹെൽത്ത്. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സർപ്രൈസ് ആയിട്ടുള്ള കാര്യം പറയാനാണ് വന്നത്. ഇനി മുതൽ നമ്മുടെ എല്ലാ വീഡിയോസിനും സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രം സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും മുഴുവൻ കാണാം. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് സർപ്രൈസ് ഗിഫ്റ്റിന് അർഹരാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ വീഡിയോ ഫുൾ കണ്ട ശേഷം അതിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വീഡിയോനെ കുറിച്ച് നല്ല കമൻസോ മോശം കമൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളോ എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾ ആ വീഡിയോനെ കുറിച്ചിട്ട് ആ കമൻറ്റ് ബോക്സിൽ എഴുതുക. അങ്ങനെ എഴുതുന്ന അവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എങ്ങനെ എല്ലാവരുടെയും ഫുൾ ജാർ സോഡ ഉണ്ടെങ്കിലും ഒരു വെറൈറ്റി ഫുൾ ജാർ സോഡ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക, എന്നിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് സാധാരണ പോലെ തന്നെ ചെറിയ ഗ്ലാസ്സും വലിയ ഗ്ലാസ്സും എടുത്ത് വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഈ ചെറിയ ഗ്ലാസ്സിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കുക. അതിനുശേഷം പിന്നെ വേണ്ടത് നമുക്ക് ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമുളക്, ഇഞ്ചി, പുതിനയില ഇത് എല്ലാം കൂടി അരച്ചെടുത്തതാണ്. ഇതെല്ലാം കുറച്ച് ഒരു പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 പുതിനയിലയുടെ കൂടി അരച്ചെടുത്ത പേസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നാരങ്ങയുടെ പകുതി നാരങ്ങ അല്ലെങ്കിൽ ഫുൾ നാരങ്ങയുടെ നീരെടുക്കാം. നമുക്ക് നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര പാനി ഒഴിക്കാം. അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ഒന്ന് ഇളക്കി എടുത്തിട്ടാലും മതി. പിന്നെ ഇട്ടിരിക്കുന്നത് നമ്മുടെ കസ്കസാണ് വേണ്ടത്, അതിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സോഡ. ഈ ഒരു വെറൈറ്റി ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല, അത് എല്ലാവരും വേറെ രീതിയിലൊക്കെ ആയിരിക്കും ട്രൈ ചെയ്തിട്ടുണ്ടാവുക. സോഡ ഒഴിക്കുക. സോഡ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞ് സംഭവം പതഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഉള്ള ഐറ്റമാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുക. അപ്പം അത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇത് കഴിക്കുമ്പോൾ അതിലും രസമായിരിക്കും, കാരണം അതിൽ എരിവ്, പുളി, മധുരം എല്ലാം കൂടി ഉള്ളതും ഒരു ഇതാണ്. അപ്പം നമുക്കിത് മെല്ലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും കപ്പ് 3/4 ഭാഗം മാത്രമേ നമ്മൾ നിറയ്ക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എല്ലാം ഇതായി പോവും. നമുക്ക് മെല്ലെ ഇട്ട് കൊടുക്കാം. അപ്പം നല്ലോണം പതഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ ഫുൾ ജാർ സോഡ, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ട് ഒരിക്കലും ഇളക്കി കൊടുക്കരുത്. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പതയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഫുൾ ജാർ സോഡ ഉണ്ടാക്കി ട്രൈ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ താങ്ക് യു. അതുപോലെ നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ആരാന്ന് അറിയണ്ടേ? അപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ ആ കമൻറ്റ് ചെയ്തവരുടെ പേരും അവരുടെ കമൻറ്റ്സുമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ ഭാഗ്യശാലികളായ ആളുകൾ നമ്മളെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതിലേക്ക് സ്ക്രീനിൽ കാണുന്ന മെയിലിലേക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് മെയിൽ അയക്കുക. അപ്പം നിങ്ങൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടുന്നതാണ്. പിന്നെ കമൻറ്റ് ചെയ്തിട്ട് ഇനി ഗിഫ്റ്റ് കിട്ടില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അപ്പം ഞങ്ങളുടെ ഇനിയുള്ള എല്ലാ വീഡിയോസും കമൻറ്റ് ഇടുന്ന എല്ലാവർക്കും വരും വീഡിയോസിൽ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക, അതിനുശേഷം കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളെ തേടി നിങ്ങൾക്കും സർപ്രൈസ് ഗിഫ്റ്റ് എത്തുന്നതാണ്.